നമസ്കാരം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയെ തല്ലുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഈ ഒരു അവസ്ഥയിലാണ് കായംകുളത്തെ മുൻ MLA യു പ്രതിഭ. മൂന്നാം വട്ടം യു പ്രതിഭ കായംകുളത്ത് പരാജയപ്പെട്ടു. അതിനുശേഷം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. വെള്ളാപ്പള്ളി നടേശനാണ് തൻ്റെ വോട്ട് കുറയാൻ കാരണമെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്തി, അവിടെ പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ രംഗത്തു വന്നു. ഇന്നിതാ വെള്ളാപ്പള്ളി നടേശൻ യു പ്രതിഭയ്ക്ക് മറുപടിയുമായി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മകൻ കഞ്ചാവ് കച്ചവടത്തിന് പോയ കാര്യം അറിയണമായിരുന്നു, ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവസരം കിട്ടിയപ്പോൾ അവർ ജനങ്ങൾ താങ്ങി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിഭയ്ക്ക് കൊടുത്തിരിക്കുന്ന മറുപടി. എന്തായാലും തീർച്ചയായും ഇത് പ്രതിഭ അർഹിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. അന്ന് പ്രതിഭയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. മാധ്യമങ്ങൾക്കെതിരെയാണ് പ്രതിഭ അന്ന് രംഗത്ത് വന്നത്. തൻ്റെ മകൻ ചെയ്ത തെറ്റ്, ആ തെറ്റിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇവിടെയാണ് നമ്മൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന VSDP നേതാവിനെ ഒരു മഹത്വം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ ഇതുപോലെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു. പക്ഷെ അദ്ദേഹം മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം കുറ്റസമ്മതം നടത്തി. മകനെ തിരുത്താൻ തയ്യാറാണ്, മകനെ ഇനി പറഞ്ഞ് തിരുത്തും എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ആ മനുഷ്യൻ അവിടെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ യു പ്രതിഭ അങ്ങനെ ആയിരുന്നില്ല. അവർ യഥാർത്ഥത്തിൽ എക്സൈസുകാരെയും കൂടെ പോയ പിള്ളേരെയും നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് സമൂഹ മാധ്യമത്തിൽ ലൈവായി വന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ വളരെ മോശമായി, വനിതാ മാധ്യമ പ്രവർത്തകരെയൊക്കെ യു പ്രതിഭ അപമാനിച്ചു. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, കഞ്ചാവ് കേസിൽപ്പെട്ട പ്രതിയായ തൻ്റെ മകനെ മാത്രം ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. മകൻ മറ്റു കുട്ടികളെ പറഞ്ഞു തിരുത്താനാണ് അവിടെ പോയതെന്ന് ഇത് ആരെങ്കിലും അന്തം കമ്മികൾ പോലും വിശ്വസിക്കാത്ത ഒരു കാര്യമാണെന്ന് യു പ്രതിഭ പറഞ്ഞത്. പക്ഷേ അവർക്കന്ന് അധികാരമുള്ളതിൻ്റെ പേരിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മകനെ ഒഴിവാക്കി. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. എന്തായാലും ഈ ഒരു പ്രതികരണത്തിലൂടെ യു പ്രതിഭ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ് പാർട്ടിയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും. പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമാണ് യു പ്രതിഭ ഉന്നയിച്ചത്. ഇതിനെതിരെ പാർട്ടി ജില്ലാ സെക്രട്ടറി നാസർ രംഗത്ത് വന്നു. അത് പ്രതിഭയുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു തോൽവി ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, പ്രതിഭ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തോടൊക്കെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. DYFIക്കാരോടൊക്കെ അവർക്ക് വളരെ അധികം ഒരു സ്വരച്ചേർച്ചയുണ്ടായിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ വലിയ രീതിയിലൊരു വാഗ്വാദങ്ങളൊക്കെ വഴിവെച്ചിരുന്നു. പിന്നീടാണത് ഒരു വിധത്തിൽ അണഞ്ഞു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാം വട്ടവും തനിക്ക് MLA ആകാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പ്രതിഭ മത്സരിച്ചത്. പക്ഷേ അത് ഫലം കണ്ടില്ല. എന്തായാലും വെള്ളാപ്പള്ളി കൂടുതൽ വായ തുറന്നിട്ടില്ല. അദ്ദേഹം കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രതിഭയ്ക്ക് അത് താങ്ങാൻ പറ്റുമായിരുന്നില്ല. കാരണം വെള്ളാപ്പള്ളിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. അദ്ദേഹം ഒരുപക്ഷെ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി ഒരു 2-3 വാചകങ്ങളിൽ നിർത്തിയത്. എന്തായാലും ഇതിന് മറുപടി പറയാതിരിക്കുകയാണ്, വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുക്കാതിരിക്കുകയാണ് എന്തുകൊണ്ടും യു പ്രതിഭയ്ക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.